Chitra Women's Academy. Your first step to a successful career starts here. Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre-primary TTC. Chitra Women's Academy, SMB Junction, Shornur, opposite private bus stand, Patambi. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ കഥകളി നേപ്പാളിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിൽ നിന്നുള്ള സംഘം 8 ദിവസങ്ങളിലായി നേപ്പാളിൽ കഥകളി പര്യടനം നടത്തും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി കേരളത്തിന്റെ കഥകളി നേപ്പാളിലേക്ക് ഇന്ന് യാത്ര തിരിച്ചു. ഭാരത സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻ സ്പോൺസർഷിപ്പിലാണ് കല്ലുവഴി ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടിയും സംഘവും നേപ്പാളിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാഠ്മണ്ഡു, ബീർഗഞ്ച്, ഇലാം, ധരൻ എന്നീ സ്ഥലങ്ങളിലായി കലാമണ്ഡലം രാമൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘം 8 ദിവസങ്ങളിലായി കഥകളി പര്യടനം നടത്തും. കിരാതം കഥകളിയാണ് സംഘം നേപ്പാളിൽ അവതരിപ്പിക്കുക. അർജുനൻ, കാട്ടാളൻ, കാട്ടാളസ്ത്രീ എന്നീ 3 കഥാപാത്രങ്ങളാണ് അരങ്ങേറുക. ഇതിനായി 3 കഥകളി കലാകാരന്മാരും വോക്കൽ മ്യൂസിക്കിനായി 2 കലാകാരന്മാർ, ചെണ്ട, മദ്ദളം എന്നിവയ്ക്കായി ഓരോരോ കലാകാരന്മാർ, ചുട്ടി മേക്കപ്പിനായി ഒരാൾ, ഗ്രീൻ റൂം ആർട്ടിസ്റ്റ് എന്നിങ്ങനെ 9 പേരാണ് സംഘത്തിലുള്ളത്. ഈ വരുന്ന ആഗസ്റ്റ് 12-ാം തീയതി മുതൽ 20-ാം തീയതി വരെ 8 ദിവസം കൾച്ചറൽ എക്സ്ചേഞ്ച് ടൂറിന്റെ ഭാഗമായിട്ട് ഭാരതത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ കലയായിട്ടുള്ള കഥകളിയുമായി പോകുന്നത് എൻ്റെ സംഘമാണ്. എൻ്റെ സംഘത്തിലുള്ളത് 9 പേരാണ്. ഈ 9 പേരിലെ പെർഫോമൻസിനായിട്ട് 3 പേര്. കിരാതം കഥകളിയാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ അർജുനൻ, കാട്ടാളൻ, കാട്ടാളസ്ത്രീ എന്നുള്ള 3 വേഷങ്ങൾ ആണ് രംഗത്ത് അവതരിപ്പിക്കുക. കൂടെ വോക്കൽ മ്യൂസിക്കിനായിട്ട് 2 പേര്, ചെണ്ടയ്ക്ക് ഒരാൾ, മദ്ദളത്തിന് ഒരാൾ, ചുട്ടി ആൻഡ് മേക്കപ്പ്, ഫേഷ്യൽ ചുട്ടി ആൻഡ് മേക്കപ്പ് എന്ന് പറയും, അതിന് ഒരാൾ, അതുകൂടാതെ ഗ്രീൻ റൂം ആർട്ടിസ്റ്റ് ഒരാൾ. അങ്ങനെ 9 പേരാണ് സംഘത്തിൽ. ചുട്ടി ആൻഡ് മേക്കപ്പിനായിട്ട് എൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ശ്രീമതി രജനി രാമൻകുട്ടിയും കൂടെ പോരുന്നുണ്ട്. ഇതിനു മുൻപും ഭാരത സർക്കാരിന് വേണ്ടി പരിപാടികൾ ചെയ്തിട്ടുള്ളതായും നേപ്പാളിന്റെ പ്രകൃതിയോടിണങ്ങുന്ന കഥാപശ്ചാത്തലമാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്നും കലാമണ്ഡലം രാമൻകുട്ടി പറഞ്ഞു. അപ്പൊ ഭാരത സർക്കാരിന്റെ തന്നെ ഈ ICCRന്റെ പ്രോഗ്രാം ഇതിനു മുമ്പും പലതവണ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇറ്റലി, ഗ്രീസ്, ലിബിയ തുടങ്ങിയുള്ള രാജ്യങ്ങളിലൊക്കെ സൂമരിക്ക ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ 2011 തായ്ലൻഡിൽ വെച്ച് നടന്ന അന്തർദേശീയ രാമായണ ഫെസ്റ്റിവലിൽ, ഇതിലൊക്കെ ഭാരത സർക്കാരിലെ ICCRന്റെ സ്പോൺസർഷിപ്പിൽ ഭാരതത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ കഥകളി ഞാനും എൻ്റെ സംഘവും അവതരിപ്പിച്ച് ശ്ലാഘനീയമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ട് പോന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമുക്ക് വീണ്ടും അവർ ഈ ചാൻസ് തരുന്നത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നാളെ യാത്ര തിരിക്കും. കോഴിക്കോട്ട് നിന്ന് ഡൽഹിയിലെത്തും. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം കാഠ്മണ്ഡുവിലേക്ക് തിരിക്കും. അവിടെ നിന്ന് അവിടുത്തെ 4 സ്ഥലങ്ങളിലായിട്ടാണ് ബീർഗഞ്ച്, കാഠ്മണ്ഡു, ഇലാം, ധരാൻ തുടങ്ങിയിട്ടുള്ള 4 ഹിമാലയത്തിൻ്റെ സിറ്റികളിലാണ്. അവിടെ ചെന്നുള്ള യാത്ര ഹിമാലയത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കഥയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കല്ലുവഴി പകരാവൂർ സ്വദേശിയാണ് കലാമണ്ഡലം രാമൻകുട്ടി.